പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുക അമേരിക്കയുടെ അടുത്തോട്ടൊക്കെ ഇന്ത്യ. അപ്പം ട്രംപൊക്കെ പെട്ടു. അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ചൊറിച്ചിൽ വരും. പ്രശ്നമുള്ളവരുണ്ട് ഈ ഇന്ത്യക്കകത്ത്. ഇത് ഇന്ത്യയുടെ വളർച്ചയോ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ പിന്നെ അങ്ങനെ എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ അവരൊക്കെ ഇതൊക്കെ ഒന്ന് നോക്കണേ. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും അച്ചാരം മേടിച്ചിട്ട് പറയുകയാണോ? കുഴപ്പമില്ല. ഇന്ത്യക്കകത്ത് നമ്മൾ ഇന്ത്യയെ പറ്റി ഇങ്ങനെ ഇന്ത്യക്കൊരു പുരോഗതി ഉണ്ടെന്ന് ഉള്ള കാര്യം പറയുന്നത് പോലും കേട്ടാതെ നയിക്കാത്ത ആൾക്കാർ ഇവിടെ വളരെ കൂടുതലായിട്ട്. എൻ്റെ വീട്ടിലൊക്കെ വലിയ കമൻറ്റൊക്കെ വരും. എന്നാൽ അറിവില്ലാത്തവനാണ്, വിദ്യാഭ്യാസം ഇല്ലാത്തവനാണ്, പ്രാപ്തി ഇല്ലാത്തവനാണ്, ചുമ്മാ ഇരുന്ന് പറയുന്നത്. ഉള്ള അറിവ് വെച്ചാൽ നമ്മൾ പറയുന്നത് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം വന്നിരിക്കുന്ന റിപ്പോർട്ട്, അല്ലെങ്കിൽ നമ്മളെല്ലാം IMF ഉൾപ്പെടെയുള്ള റിപ്പോർട്ട്, അല്ലെങ്കിൽ ഇത് പ്രെഡിക്റ്റ് ചെയ്യുന്നത് 7.2% ഒക്കെ വളർച്ചയെ വരത്തുള്ളെന്നാണ്. അപ്പോൾ അതിനെയൊക്കെ മറികടന്ന് ഇപ്പം പ്രഡിക്ഷൻ പലതും ഈ കോവിഡിൻ്റെ സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ ഇത് വളർച്ച, പ്രതിസന്ധി സമയത്തൊക്കെ ലോകം പണ്ട് തന്നെയായിരുന്നു. നമ്മുടെ ഈ എല്ലായിടത്തും ഈ സാമ്പത്തിക പ്രതിസന്ധി വന്നത് 2008 അന്നേരം ഇന്ത്യ പിടിച്ചു നിന്നു. ഇപ്പം ഇവിടെ അതിജീവിക്കാൻ കരുത്തിൻ്റെയൊക്കെ ഉണ്ട്. അതാ ഭാരതം എന്ന് പറയുന്നത് പണ്ട് തന്നെ. അപ്പോൾ ഈ കോവിഡ് സമയത്ത് യുദ്ധസമയത്ത് നമ്മൾ വിചാരിച്ചോ പണി കിട്ടും. യുദ്ധസമയത്ത് ഇവിടെ അതോടുകൂടി അങ്ങ് എല്ലാവരും നമ്മുടെ വിദേശ നാണയ ഫണ്ടിൻ്റെ സംഭരണ ശേഷി കൂടി, നമ്മുടെ അന്നേരവും വളർച്ചാ നിരക്ക് കൂടുന്നു. അതിനുശേഷം നമ്മുടെ കച്ചവടം നമ്മൾ നല്ലപോലെ ആയുധ കച്ചവടം നടത്തുന്നുണ്ട്. ഇപ്പോൾ ആയുധം നിർമ്മിച്ചാലും കൊടുക്കാനില്ല. ബ്രഹ്മോസിൻ്റെയൊക്കെ ഓർഡർ ഭയങ്കര ഇതാണ്. നമുക്ക് നിർമ്മിച്ചെടുക്കാൻ അതിന് സമയം വേണ്ട എത്ര ആണെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതേ രീതിയിലേക്കുള്ള ഉയർച്ചയാണ് ഇപ്പോൾ ഇന്ത്യയെ പാഞ്ഞെടുക്കുകയാണ് അമേരിക്കയുടെ അടുത്തോട്ടൊക്കെ കേട്ടോ.